സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് ആഴ്ച എന്നെ കണ്ടില് ഉറക്കം വരത്തില്ലെന്ന് പറഞ്ഞല്ലോ. ഷോറൂമിൽ ഇറങ്ങി അന്ന് മുതൽ പണിയാണ്. എന്നിട്ട് നീ എന്താ റെഡി ആകാത്തത്? നീ എൻ്റെ കുഴപ്പമാണോ നിൻ്റെ കുഴപ്പമാണോ? കുഴപ്പമില്ല, റോസ്മേരിക്ക് എന്നോട് താല്പര്യമില്ലേലും വണ്ടിക്കെങ്കിലും എന്നെ കാണാൻ താല്പര്യമുണ്ടല്ലോ. എവിടെ പോന്ന്? ടൗണിലോട്ട് പോന്ന്. എന്തിനാ പരിപാടി? സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ആണ്. മമ്മൂട്ടി സാർ അവിടെ ഇല്ലേ? കാണുന്നില്ല. ഡ്യൂട്ടിക്ക് പോയതാ. 2 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. ആണോ? ലോങ് ഡ്യൂട്ടിയാണോ? അതറിയത്തില്ല, എന്തായാലും 2 ദിവസം എടുക്കും വരാൻ. പിന്നെ മമ്മൂട്ടി സാർ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലേ? എന്താ പറ്റി? അല്ല ഒന്നുമില്ല. വിളിക്കുവോ? വിളിക്കും. വിളിക്കുമ്പോ ഞാൻ തിരക്കെന്ന് പറയണേ. പറയാ. എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലാതെ ഞാൻ റൊണാൾഡ് തിരക്കി എന്ന് മമ്മൂട്ടി സാറിനോട് പറഞ്ഞാൽ അപ്പൊ സാറിന് കാര്യം മനസ്സിലാവും. പറയാം. എങ്ങനെ പറയും? റൊണാൾഡ് തിരക്കി. ആരെ തിരക്കി? മമ്മൂട്ടിക്ക്. റൊണാൾഡ് മമ്മൂട്ടിക്ക് തിരക്കി പറഞ്ഞാൽ. പിന്നെ പോകുമ്പോഴേ ആ പാലത്തിനടി നല്ല ചൂട് കപ്പലിന് കിട്ടും. നല്ല കുട്ടിയാ, എന്തോ പറഞ്ഞാലും കേട്ടോളൂ. എങ്ക പറ എന്നെ പ്രശ്നം? ഒന്നുമില്ല. മുഖം വീങ്ങിയിരിക്കുന്നത് നൈട്രജൻ അടിച്ച ടയർ പോലെ. വാങ്ങേ അങ്കിളെ, ചൊല്ലുങ്ക. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണോ വന്നേ? അല്ലേ? ആണ്. അവിടുത്തെ പഞ്ഞ ഫുഡാണെന്ന് റൊണാൾഡ് അറിയാലോ. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ആണെന്നാ. അപ്പൊ അമ്മ ആഴ്ചയോറും വിളിക്കുമ്പോ എന്റെ അടുത്ത് പറയും, മുത്തേ നീ ഇതിപ്പോ കഴിഞ്ഞ് വീട്ടിലോട്ട് വരും, അപ്പൊ മക്കൾക്ക് എന്ത് വേണമെങ്കിലും അമ്മ വച്ചു തരാം, എല്ലാ ദിവസവും പറഞ്ഞാ മതി എന്ന് പറഞ്ഞു വാഗ്ദാനങ്ങൾ. എന്നിട്ട് ഞാൻ ഇന്നലെ ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, ഇടിയിറച്ചി. എനിക്കത് ഹോസ്റ്റലിൽ വെച്ചേ കൊതിയാണ്. ഹോസ്റ്റലിൽ ഒരു കൊച്ചിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞപ്പോ തൊട്ട് എനിക്ക് കൊതിയാ. അങ്ങനെ 2 ദിവസം കൊണ്ട് പറയുമ്പോഴും പറയാം അത് പിന്നെ ആവട്ടെ എന്ന്. അതും കഴിഞ്ഞ് കഴിക്കായിരുന്ന ഉപ്പുമാവ്. നല്ല ഉപ്പുമാവ്, അത് ഇവിടുത്തെ ദേശീയ ഭക്ഷണമല്ലേ? ഇതിപ്പോ എത്ര ദിവസമായി കഴിക്കാൻ തുടങ്ങിയിട്ട്? വന്ന 1 ദിവസം ഉപ്പുമാവ്, ശരി സമ്മതിച്ചു. 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, ഇത് മെഗാ സീരിയലുള്ള എല്ലാ ദിവസവും ഉപ്പുമാവ്. അപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. ഉപ്പുമാവ് എല്ലാവരും കഴിക്കും, കുറ്റം ആരും പറയാത്തപ്പോ ഉണ്ടാക്കുന്നവർക്ക് പ്രോത്സാഹനം കയറി അവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് എന്ന് പറഞ്ഞ് ഞാൻ കഴിക്കണില്ലാന്ന് പറഞ്ഞു. അതിനിപ്പോ കെറിച്ച് എവിടേക്കാണ് പോവാൻ? ഹോട്ടലിൽ പോകണം. അങ്ങനെ ഞാൻ അവിടെ വരാം. പിടിയിറച്ചി കിട്ടുന്ന കടയുണ്ട് നമ്മുടെ അവിടെ താഴ്വാരം കടയിലുണ്ട്. എന്റെ കുറച്ച് പൈസ ഉണ്ട്. എനിക്ക് എവിടുന്ന് പൈസ? പിന്നെ അവിടെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാം. ഞാൻ മാമിയുടെ അങ്ങോട്ട് പോകുന്നു. അവിടെ ഇടിയിറച്ചി പോയിട്ട് ഒരു ചമ്മന്തിയുടെ അരി പോലും ഇല്ല. അവിടെ മാമി മുട്ടക്കറി വയ്ക്കുമായിരിക്കും. അപ്പം മുട്ടക്കറി ആണോ? പറഞ്ഞ അല്ല, വയ്ക്കുമായിരിക്കും. ചില ദിവസങ്ങൾ വയ്ക്കുമല്ലോ. മക്കളെ കൊണ്ട് പോയിട്ട് അപ്പം മുട്ടക്കറി ആണെങ്കിൽ ഒരു ചെറിയൊരു തരണേ ഉണ്ടെങ്കിൽ തന്നെ. എനിക്ക് അവിടെ ഉണ്ടോ നോക്കട്ടെ. നല്ല മുട്ടക്കറിയാ. ശരി, വേണേ വാ. അല്ല പോയിക്കോ, ഞാൻ വരാം. മക്കള് പോയിട്ട് റിയാക്ഷൻ അറിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ. കൊച്ചു പറഞ്ഞതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ആർക്കായാലും ആഴ്ച ഒരു ദിവസം ഇച്ചിരി ഇറച്ചി കഴിക്കാൻ തോന്നില്ലേ? നമ്മൾ സൈഡിട്ട് കിടക്കുന്ന പോലെ ഇപ്പോഴത്തെ പിള്ളേർ സൈഡിട്ട് കിടക്കുമോ? മുട്ടക്കറി ആയിരിക്കും. പോയാലോ? പേടിച്ചു പോയി. എന്ത് പറ്റി? എന്റെ മുഖം വല്ലാതിരിക്കുന്ന അമ്മയിട്ട് വഴക്കിട്ടാ? ഇല്ല, ഒന്നുമില്ല. ഇവിടെ എന്താ കഴിക്കും? ഇവിടെയാ ഒന്നും ഉണ്ടാക്കില്ല. ചുമ്മാ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല. അമ്മ ഇന്നലെ രാത്രി പറഞ്ഞ് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ ചോറ് വെച്ച് അതിനകത്തുനിന്ന് ഒരു ഇച്ചിരി കഞ്ഞിയാക്കി അമ്മക്ക് കൊടുത്ത് ഞാൻ ചോറുണ്ട്. മീൻകറിയായി. ഇതേ മെഴുക്കുരട്ടി. മാമി ചോറുണ്ടോ? അല്ലാതെ ഇപ്പൊ ഇതിന് എല്ലാം കൂടെ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ലടി. ഡാൻസ് ക്ലാസ് ഇല്ലേ, പിള്ളേരുടെ അരങ്ങേറ്റം അല്ലേ, ഒന്നും പഠിപ്പിച്ചൊന്നും റെഡി ആയിട്ടില്ല. അപ്പൊ ഇവിടെ രാവിലെ കഞ്ഞിയോ? മാമി സീരിയസ് ആയിട്ട്? സത്യം. അല്ല, അമ്മ കഞ്ഞിയാ കുടിച്ചത്, ഞാൻ ചോറാ തിന്നത്. ഇവിടെ കഴിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നും ഉണ്ടാക്കി ഞാൻ പോണു. നീ കഴിക്കാൻ വന്നതാണോ? അവിടെ ഒന്നും ഇല്ല. കഞ്ഞി എടുക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, ചോറ്. മീൻകറി ആയിട്ടുണ്ട്, മെഴുക്കുരുട്ടി. മാമി കഴിച്ചോ? അവിടെ ഒന്നും ഇല്ലാത്തപ്പോഴാ മനുഷ്യൻ മാമിയുടെ മുട്ടക്കറി അപ്പൊ കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കഞ്ഞി. എന്നാ പിന്നെ നിനക്ക് ഇന്നലെ വന്ന് പറയായിരുന്നില്ലേ എനിക്ക് മുട്ടക്കറി? അമ്മ അതാ ഉണ്ടാക്കാൻ പോണേ നിന്ന്. അവിടെ എന്തോ ഉണ്ടാക്കിയത്? അവിടെ എന്തുവാ സോൾട്ട് മാംഗോ ട്രീ തന്നെ ഇന്നും. സോൾട്ട് മാംഗോ ഉപ്പുമാവാ? അവിടെ സ്ഥിരം അത് തന്നെയല്ലേ എടി?
എന്തിയടി അവിടെ നിന്ന് കിട്ടിയില്ലേ ഡീ? അവിടെ ഒന്നുമില്ല, അവിടെ കഞ്ഞി. ആ അപ്പൊ കഞ്ഞിനെക്കാളും നല്ലതല്ലേ ഉപ്മാവ്? എനിക്ക് വേണ്ട ഉപ്പുമാവ്. ദേ ഇങ്ങോട്ട് നോക്കിയേ. ദേ ഉപ്പുമാവ് നീ വാരി തിന്നുമ്പോഴാ ടേസ്റ്റ് ഇല്ലാത്തത്. അമ്മ കുഴച്ച് വായിൽ വെച്ച് തരട്ടെ. അമ്മ എനിക്ക് പിടി ഇറച്ചി വേണം. എന്റെ പൊന്നു കുഞ്ഞെ, ഈ പിടിയിറച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിപ്പിന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് കുറച്ച് പണിയുള്ളതാ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അന്ന് തൊട്ട് അമ്മ വിളിക്കുമ്പോ അമ്മ വരുമ്പോ എനിക്ക് അമ്മയുടെ പിടിയിറച്ചി ഉണ്ടായി തന്നെ പിടിയിറച്ചി. അപ്പൊ അമ്മ തരാന്ന് പറഞ്ഞപ്പോ കള്ളത്തരല്ലേ അമ്മ പറയണല്ല. ആരെങ്കിലും പറഞ്ഞു ഇന്ന് ഇപ്പൊ വേണോന്ന് ഒരു കിലോ ഇറച്ചിക്ക് എത്ര രൂപ കൊടുക്കണോന്ന് പറഞ്ഞാ? ആ തേങ്ങാപ്പാലൊക്കെ കൊടുത്താൽ ദേ ഇങ്ങോട്ട് നോക്കിയേ. ദേ ഇങ്ങ് നോക്ക്. ഇപ്പൊ നീ ആ ഉപ്മാവ് തിന്നെ, എന്നിട്ട് തീർന്നില്ല. ഡാഡി വരുമ്പോ അമ്മ പിടിയിറച്ചി ഉണ്ടാക്കി തരാം. ഡാഡി ഒന്ന് വരും. ഡാഡി 4 ദിവസം കഴിയുമ്പോ വരും. ആ നന്ദന അവള് എനിക്ക് മെസ്സേജ് ഇട്ടേണു. അവള് കോഴിക്കോട് പോയി തിരിച്ച് ആലപ്പുഴ വന്നപ്പോ അവിടെ ഒരു കടയിൽ കയറി കുഴിമന്തി കഴിച്ചു. അതിന്റെ ഫോട്ടോ എനിക്ക് എന്തിനാ ഇട്ടെന്ന്? അപ്പൊ എനിക്കും കൊതിയാവൂലേ? എടി ഭയങ്കര, നിനക്ക് കുഴിമന്തി മേടിച്ച അന്നല്ലേടി ഡാഡി? അത് ഹോസ്റ്റലിൽ വന്ന അന്നല്ലേ? എത്ര ദിവസമായി അതിന് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട്? അതുപോലല്ലോ പിടി ഇറച്ചി. ഞാൻ എന്നെ വെക്കേഷന് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്, എല്ലാരും പോകുന്നുണ്ട്. എന്നെ കൊണ്ടുപോകണ്ട, എനിക്ക് വീട്ടിൽ ഇരുന്നാ മതി. എന്തൊക്കെയാ മുത്തേ പറയണത്? ഒരു പിടി ഇറച്ചി. ആ നോക്കട്ടെ എന്നുണ്ടായത് നിനക്ക് അറിയാൻ പാടില്ലേടി? അമ്മ അറിയാം. പിന്നെ എന്ത് പാടി നീ പറയണത്? എത്ര പൈസ ഒരു ചെറിയ പിടി ഇറച്ചി കൊണ്ടുപോകാൻ? ഉണ്ടാക്കുമ്പോ അങ്ങോട്ടൊക്കെ കൊടുക്കണ്ടേ? ഇച്ചിരി പോലെ ഉണ്ടാക്കിയാ മതിയോ? താഴത്തെ സുലി ചേച്ചിക്ക് കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം. ഇവിടെ കുറച്ചുണ്ടാക്കുന്നത് അപ്പുറത്ത് മാമി. അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും തിരിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണം. എന്നാ പിന്നെ എനിക്കൊന്നും വേണ്ട, ഡാഡി വരട്ടെ, അതുവരെ പട്ടണ കിടക്കാം. എടി വന്ന് ഭക്ഷണം കഴിക്കടി മുത്ത, ഉണ്ടാക്കി തരാടി, വാടി നീ. ഇതേ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നാന്ന് വിചാരിക്കില്ലട്ടോ. ഞാൻ നല്ല മുട്ടമടി എടുത്ത് ഞാൻ തരും. ഞാൻ അടുത്തതിന്റെ ഞാൻ മാക്സിമം ഞാൻ ഒതുങ്ങണുണ്ട്. എന്നെ വേറെ സ്വഭാവം എടുപ്പിക്കരുത് നീ. അമ്മ അങ്ങനെ അഹങ്കാരം കാണിക്കുന്നല്ല അമ്മ. നോക്കട്ടെ കമ്മാന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? കൊതി വരുന്നില്ലാതെ മനുഷ്യന് കൊതി വന്ന എന്ത് ചെയ്യാൻ പറ്റും? എന്ന് നിർത്തടി നീ. ആൾക്കാർ കേട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കണ പോലെ ഉണ്ടല്ലോ ഇവിടെ. ഭക്ഷണം എന്താ കഴിക്കില്ല, 4 മണിക്കൂർ ഉപ്പുമാവല്ലേ ഇവിടെ കഴിക്കാനുള്ള ഭക്ഷണം. പെണ്ണെ നാളെ മുതൽ ഞാൻ ഇതും തരൂല കേട്ടോ. പകല് മുഴുവൻ പണിയെടുത്ത് റൊണാൾഡേ ആ എന്നെ എടുക്കുവാടാ. ഇച്ചിരി തിരക്കില്ല മോനെ. ഒന്ന് വരുവോ? ഒരു രക്ഷയില്ല, ഇതിപ്പോ പണിഞ്ഞു കൊടുക്കേണ്ട പണിയാ. ഇവിടെ ഒന്ന് വന്നിട്ട് പൊക്കോ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. നല്ല തിരക്കില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ ഒന്ന് വരാൻ. പണിയില്ല, പണിക്ക് പോടാ. എവിടെങ്കിലും പോയി ഒരു പണി ഒപ്പിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വേടാ. ചെന്നേക്കാം. ഞാൻ അതിന്റെ ഒരു ഉച്ചഭക്ഷണം വില കടിച്ചാലോ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഒരാവശ്യത്തിന് വിളിച്ച ഇവനിതവിടെ പോയി. ഡാ കണ്ടോ മുങ്ങി. ഒരു കാര്യം ഉപകാരത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ചെയ്യാൻ പറ്റൂലല്ലോ ഇവന്. കാര്യമായിട്ട് തിരക്കണമെങ്കിൽ എന്തുണ്ട്? വീട്ടിൽ ഒരെണ്ണത്തിനില്ല അനുസരണ. ഒരുത്തനെ കടയിൽ വിടാനാന്ന് പറഞ്ഞിട്ട് അവൻ അന്നേരം മുങ്ങി. ഇങ്ങോട്ട് തിരക്കുന്ന ആളെന്ത്? അറിവെല്ലാം പറിക്കാം. റൊണാൾഡ് ഇപ്പതാ അമ്മയെ തിരക്കിന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ പോയെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇറങ്ങിപ്പോയി. ഇത് എന്തോന്ന് കടന്ന് സാറ്റ് കളിക്കുന്നത്? ബെസ്റ്റ് സാറ്റ് കളിക്കുന്നത്. ഞാനിവിടെ ചിമിട്ട പണി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിമിട്ടൻ പണി. നീ എന്നെ കാണുമ്പോ ഓടിക്കളയണ എന്ത്? വിളിച്ചോടനെ ഞാൻ ഇതിലെ കയറി വന്നു. അവിടെ അതാ മുത്തു പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുന്നു. അതിലെ ഇറങ്ങി വന്നപ്പോ നിങ്ങളെ കാണുന്നില്ല. എന്ത് മുഖത്തൊരു സീരിയസ് വാർത്ത വായിക്കുന്ന ഒരു വാർത്താ ലേഖികയുടെ മുഖം. പൈസ വല്ലതുണ്ടോടാ? പൈസ ഉണ്ട്, ഞാൻ കണ്ടല്ലോ ഇന്നലെ പൈസ ഉണ്ടായിരുന്നത്. ആ പൈസ കൊണ്ട് സ്പെയർ പാർട്സ് കടയിൽ കൊടുത്തിട്ടല്ലേ സ്പെയർ മേടിക്കുന്നത് വണ്ടി ഓടിക്കുന്നു.
അല്ലെങ്കിൽ ഒരു സ്ഥലത്തും പൈസ കൊടുക്കൂലല്ലോ. പൈസ കൊടുക്കാതെയല്ലേ കടം മേടിച്ചിട്ടില്ലേ സാധനങ്ങൾ മേടിക്കാറ്. മുൻപറ്റ് കൊടുത്തിട്ട് ഈ വണ്ടിക്ക് വേണ്ട സ്പെയർ മേടിച്ചോണ്ട് വന്നു. അതിട്ട് ശരിയാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ അങ്ങനെ 2-3 ദിവസമുള്ളിൽ പൈസ തരും. പെട്ടെന്ന് ഇപ്പോൾ ഒരു പൈസ ആവശ്യം എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ല, പിന്നെ പൈസ എന്തിനാ വെറുതെ ഇരുന്നാ പോരെ? എന്ത് കാര്യം? മുത്തേ അവക്ക് പിടിയിറച്ചി തിന്നണോന്നും പറഞ്ഞിട്ടുണ്ട്. രാവിലെ വന്ന് ഉപ്പുമാവിന്റെ കഥ പറഞ്ഞിട്ട് ചാടിത്തുള്ളി മേലോട്ട് പോകുന്ന മുട്ടക്കറി കിട്ടിയ എത്രയോ. ഉപ്പുമാവ് തിന്നാ എന്താ കുഴപ്പം? അവക്ക് ഇപ്പൊ പിടിയിറച്ചിയും വേണം. അമ്മ ഹോസ്റ്റലിൽ നിന്നപ്പോ എന്നോട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതല്ലേ ഇന്ന്. ഈ വിളിച്ച ഓരോ വാഗ്ദാനങ്ങൾ പറയുമ്പോൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ വരുമെന്ന് ആരറിയാം. ഇറച്ചി വേണമെങ്കിൽ 1 കിലോ ബീഫ് മേടിക്കണമെങ്കിൽ തന്നെ 450 രൂപ. അനുസാരി എല്ലാവരും ഒരു 600 രൂപ ബഡ്ജറ്റ്. നാളെ കാണാണെന്നുണ്ടെങ്കിൽ നാളെ ഇന്ന് ചോദിക്കുമ്പോ ഇന്നല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പലചരക്കടയിലോട്ട് പോകാനും നിർത്തിയില്ല. അതിന് പറ്റു കൊടുത്ത് തീർത്തിട്ടില്ല. കുടിച്ചോണ്ടോ ഓർക്കുമ്പോ എനിക്ക് ദേഷ്യം വരുമോ? അതിന് പറ്റും ക്ലീറ്റ മെച്ചപ്പെട്ടെന്ന് ബന്ധം. നിങ്ങളല്ലേ എല്ലാ പ്രാവശ്യം പൈസ കൊണ്ടുവരുമ്പോൾ കൊണ്ടടയ്ക്കുന്നത്. ഒരു പ്രാവശ്യം ആ മനുഷ്യനടച്ചു നിർത്തി എന്താ കുഴപ്പം? കീറ്റ മറ്റമീനും പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടൂല. അല്ല, ഇഷ്ടപ്പെടാത്ത ശരിയല്ല. ആ പുള്ളി കാണിച്ച ശരിയല്ല. ഇപ്പം നീ ഒന്ന് കടക്കയുടെ അടിയിലൊക്കെ ഒന്ന് നോക്കിയടാ. അവിടെ അങ്ങ് ഒരു പൈസ അല്ല. കീറി ഒരു 10 രൂപ കൊണ്ട് ചെന്നിട്ട് നാരങ്ങളും കുടിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞാൽ ഈ പൈസ വെച്ചോ, നീ പൈസ പിന്നെ നാരങ്ങള്ളത്തിന്റെ പൈസ പിന്നെ തന്നാൽ മതി. പിന്നെ എങ്ങാനും മേടിക്കാന്ന് പറയാം. തങ്കം ചേട്ടത്തിന്റെ നാളെന്തോ? നാളെ നക്ഷത്രം സ്റ്റാർ എന്തിന്? പറ. രേവതി. ഇന്ന് വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ച ദിവസം രേവതി പ്രവചനം പറയാൻ പോവാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളെ തേടി പൈസ വരും. എന്ത് ചോദിച്ചേ? സത്യമായിട്ടുള്ള കാര്യം. നീ വണ്ടി മെക്കാനിക്കാണോ അതോ ജോസിനാണോ? ഇതിന്റെ കുറച്ച് കിടികിടി പരിപാടികളൊക്കെ എനിക്കറിയാം. പിന്നെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മഹാലക്ഷ്മി നിങ്ങളെ തേടി വന്നിരിക്കും. ഓ പിന്നെ മഹാലക്ഷ്മി വരാനിരിക്കുന്നു ഇനി കൊറേ. ബെറ്റ് ബെറ്റ് 500 രൂപ ബെറ്റ്. എവിടെന്ന് എനിക്ക് പൈസ വരാനില്ല. പൈസ വരും. 500 രൂപ ബെറ്റ് വെച്ച് എനിക്ക് 500 രൂപ കിട്ടണം. പൈസ വരുമ്പോ അതിന് 500 രൂപ എനിക്ക് തരണം. എന്റെ കയ്യിൽ പൈസ വന്നില്ലെങ്കിൽ 500 രൂപ നീ എനിക്ക് തരണം. വന്നില്ലെന്നുണ്ടെങ്കിൽ ഇരുട്ട് രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ 500 രൂപ തരും. ഇനി എന്തായാലും തങ്കഞ്ചേടത്തി ഞാൻ മറ്റേ ആരില്ലാത്തവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടങ്ങാവള റൊണാൾഡ് ശാസ്ത്രികൾ പറയുന്നു പ്രവചനം ശരിയാണ്. ഇന്ന് തങ്കഞ്ചേട്ടത്തേക്ക് പൈസ വരും. എന്റെ കൊച്ചിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അത് വന്നില്ലെന്നുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ 500 രൂപ ഞാൻ തരും. എനിക്ക് വേണ്ടി എന്തുവാടി? അയ്യോ ദേ ഇവന് വേറെ പണി കിട്ടി റൊണാൾഡിന്. ഇപ്പൊ ജോത്സ്യനാ പ്രവചനം. തങ്കഞ്ചേട്ടത്തെ തിരക്കി ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് പൈസ തേടി വരുമെന്ന് ഞാൻ പ്രവചിച്ചു. അവിടെന്ന് കറക്റ്റ് കാര്യം മാറ്റമില്ല. നോക്കിക്കോ, കറക്റ്റ് കാര്യം ഇപ്പൊ ഇങ്ങോട്ട് വരിക. പൈസ വരുമ്പോ 500 രൂപ തരാൻ നിങ്ങൾ മടി കാണിക്കാതിരുന്നാ മതി. നീ ഒരു 500 രൂപ കരുതി വെച്ചോ, ഞാൻ തിരിച്ച് 500 രൂപ ഇങ്ങോട്ട് മേടിക്കും. 500 രൂപ കരുതി വെക്കാം. 6 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയാലും മേടിക്കും. അമ്മയെ തേടി അടുത്ത ആഴ്ച പൈസ വരാൻ സാധ്യതയുണ്ട്. അയ്യോ, അത് നീന്റെ പ്രവചനമൊന്നും വേണ്ട. എനിക്ക് മാസം തോറും പെൻഷൻ വരുന്നതല്ലേ, അത് നീ പ്രവചിക്കൊന്നും വേണ്ട. അല്ല, അത് പെൻഷൻ വരുമ്പോ അത് സമയം എടുക്കുമല്ലോ. ഇത് അടുത്ത ആഴ്ച വരും. നിനക്ക് എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ? എനിക്കൊന്നും വരല്ല. ഇത് വരേണ്ട സാധ്യത 2 ദിവസം കഴിഞ്ഞുള്ളത് ഫോണിക്കൂടെ വിളിച്ചു പറഞ്ഞു. നിസ്സാരമായിട്ട് കാണണ്ട. ഇപ്പൊ ജോത്സ്യം പറഞ്ഞ പോലെ പൈസ വരികയാണെങ്കിൽ അമ്മ പിടിയിറച്ചി ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഡാഡി വരട്ടെ. പിടിയിറച്ചി ഉണ്ടാക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്കങ്ങ് പാലിക്കണം. എന്നിട്ട് പിടിയിറച്ചിക്കും ഇടിയിറച്ചിയിലൊക്കെ പോകാം. മറന്ന് 500 രൂപ കമ്മീഷൻ. അത് വരും. അതാണ് കാര്യം. എന്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ കിട്ടണം. അതിന് എനിക്ക് കിട്ടിയാലല്ലേ 500 രൂപ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിടിയിറച്ചില്ലല്ലേ? പൈസ കൈവല തരാടി, നാളെ മറ്റന്നാൾ അമ്മ ഉണ്ടാക്കി തരാം. ഇപ്പൊ എന്റെ മക്കള് വന്നേ. അമ്മ ആ ഉപ്പുമാവ് അമ്മ വേറൊരു വിധത്തിലാക്കിയിട്ടുണ്ട്. കാണിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ചോദിക്കാം. പൊക്കോ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ അല്ലേ? തങ്കം അയ്യോ ടീച്ചർ വാ 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 വാ, ഇരിക്കി. ഇപ്പൊ വരാവേ. ഇരിക്കി. എന്താ ടീച്ചറെ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. ബാ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. മക്കളൊക്കെ എന്തിയാ? തക്കടൊക്കെ എന്തിയാ? അവൻ വെക്കേഷൻ അല്ലേ, കളിക്കാൻ പോയോ? അമ്മാവന്റെ വീട്ടിലോട്ട് പോയി. ഓ അത് ശരി. അപ്പൊ ടൂറാണ് വെക്കേഷൻ. മുത്തു വന്നില്ലേ? മുത്തു വന്നു. ആണോ? പരീക്ഷ ഇച്ചിട്ട് പാടായിരുന്നില്ലേ? പൊതുവെ കേട്ടു പാടാണെന്ന്.
അവൾക്ക് അതുകൊണ്ട് ഇച്ചിരി വിഷമമൊക്കെ ആയിരുന്നു. അത് ശരി. ആ സാരിയില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച്. കിട്ടും എന്തായാലും, പൊതുവെ പാടല്ലായിരുന്നു. എന്താ പറയുന്നത്, എക്സാം എല്ലാവർക്കും പൊതുവെ പാടായിരുന്നടാ, ഇങ്ങനെ കേട്ടു. അപ്പൊ അതുകൊണ്ട് വിഷമിക്കണ്ട, കിട്ടും, കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. അവളങ്ങ് ആകെ വയ്യാതായി. വിഷമിക്കണ്ട. ഇത് എൻ്റെ കൂട്ടുകാരി, എൻ്റെ കൂടെ പഠിച്ചതാ, രാധിക. ഇവിടെ ഈ ടൗൺ LKG UKG തുടങ്ങിയില്ലേ, പുതിയ സ്കൂള്, അവിടുത്തെ ടീച്ചറാണ്. അപ്പം തങ്കത്തിന് എങ്ങനെ ഇപ്പൊ യൂണിഫോം തയ്യലൊക്കെ ഉണ്ടോ? ഓ, യൂണിഫോം തയ്യൽ ഭയങ്കര കുറവാണ് ഇപ്പൊ. ഈ സ്കൂളുകാര് തന്നെ ഒരുമിച്ചെടുത്ത് ഏതൊക്കെ വലിയ കടകളിലൊക്കെ കൂടെ തയ്പ്പിക്കും. ഇപ്പൊ രാധിക എന്നോട് ചോദിച്ചു തയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് തങ്കത്തിന് ഓർമ്മ തുണി എഴുതിപ്പുണ്ട്, തയ്ക്കാനുണ്ട്. അതെടുത്തു. യൂണിഫോം അല്ലേ? യൂണിഫോം തന്നെ. അതിൽ മെഷർമെന്റ് കയ്യിൽ എഴുതിയിട്ടുണ്ട്, ഇതിലുള്ളതേ ഉണ്ട്. കുറച്ച് ഞാൻ വാട്സപ്പ് നമ്പർ തന്നാൽ അതിൽ ഇട്ട് തരാം. ബാക്കി പിള്ളേരുടെ ഇതിപ്പോ എത്ര പേരുടെ ഉണ്ട്? കുറച്ച് പേരുടെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലതായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ തയ്ച്ചു തീർന്നതിനനുസരിച്ച് വിളിക്കാം. എല്ലാം കൂടി തീരാൻ നിക്കണ്ട, തീർന്ന അങ്ങ് തരാം. അത് മതി, മതിയല്ലോ. ഇപ്പൊ ഒരു 3000 രൂപ അഡ്വാൻസ് ഉണ്ട്. ബാക്കി തയ്ച്ച് തീരുന്നനുസരിച്ച് തരാം. വാട്സപ്പിലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ. ശരി, എന്നാ പോട്ടെ. ശരി, എങ്കിൽ ഇറങ്ങട്ടെ. അയ്യോ, ചായ ഒന്നും കുടിച്ചില്ല. പോട്ടെ, വരുമ്പോ പറഞ്ഞേക്കണേ. പറഞ്ഞ അപ്പൊ ഇവനെന്തിനും കഴിവുണ്ടോ? പറഞ്ഞ് വന്നു. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? പൈസ തേടി വരുമെന്ന് പറഞ്ഞപ്പോ തേടി വന്നില്ലേ? അല്ല, നിനക്ക് എങ്ങനെ മനസ്സിലായി? അകക്കണ്ണ്, ഞങ്ങൾ ജ്ഞാനികൾക്ക് മാത്രം കിട്ടുന്ന അകക്കണ്ണ്. മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ നടക്കാൻ പോകുന്ന അറിയാം. ഇനി ഇതേപോലെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കാതിരിക്കുക മോളെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ പിടിയർച്ചുണ്ടാക്കി തരാട്ടെ നമ്മുടെ പൊന്നിന്. വിശ്വാസമില്ലേ? ഇപ്പൊ പ്രവചന ഫലിച്ചതിന് ഒരു ഷെയ്ക്കാനൊക്കെ തരാം, പിന്നെ ആ ഷെയ്ക്കാൻ്റെ ഒരു 500 രൂപ വെച്ച് തരാം. അങ്ങനെയാണല്ലോ ഒരു വ്യവസ്ഥ. ഏത് എപ്പോഴും ഞാൻ വിഷമിച്ചാ നിനക്ക് പൈസ തരുന്നത്, പക്ഷെ ഇത് ഞാൻ സന്തോഷത്തോടെ തരാം. വെച്ചോ. സന്തോഷത്തോടെ ആദ്യമായിട്ട് താനി പുറത്തു വന്നു. ദൈവമേ. അപ്പം മാസത്തിൽ 4 പ്രവചനം ഇതേപോലെ ഉണ്ടാവും. അതിനുള്ളൊരു ഫണ്ട് മാറ്റി വെച്ചു. ഇപ്പൊ സന്തോഷമായ ഒന്ന് ചിരിച്ചേ. ഇതെന്താ? അല്ല, 500 മതി. അല്ല, ഇതിന് വേണ്ടിട്ട് ഇറച്ചി മേടിക്കണം, അരിപ്പൊടി മേടിക്കണം, തേങ്ങ മേടിക്കണം. ഞാൻ നിന്റെ വാട്സപ്പിലോട്ട് അയച്ചേക്കാം. ഓക്കെ കേട്ടാ? അപ്പൊ ഇന്ന് പിടി ഇറച്ചി വേഗം പോയിട്ട് സാധനം മേടിച്ചിട്ടുണ്ടോ? എന്നിട്ട് പണിയുണ്ട്. ഈ ഡ്രസ്സൊക്കെ മതിയല്ലോ. നല്ല ഡ്രസ്സ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓടിയോ? എന്നാലും എന്തൊരു അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ അമ്മ, എനിക്ക് എവിടെ നിന്ന് പൈസ വരാനുണ്ടായില്ല. അതാണ് ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തോന്നാണ് ഇതിന്റെ അതോ ഈ വള 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 വളാന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ ചെറുക്ക്. ഞാൻ ഈ അത്ഭുതപ്പെട്ടു. എനിക്ക് ഇത് അത്ഭുതം സഹിക്കാൻ പറ്റാതെ ഞാൻ ക്ലീറ്റോനെ വിളിച്ചു. ക്ലീറ്റോനൊരു അത്ഭുതവും ഇല്ല. ക്ലീറ്റ പറയാണ് ഇതൊക്കെ ക്ലീറ്റോന് നേരത്തെ അറിയാമായിരുന്നെന്ന്. കുഞ്ഞിലെ ഇവൻ എന്ത് പറഞ്ഞാലും അതുപോലെ നടക്കുമായിരുന്നെന്ന്. എല്ലാരും കൂടി അച്ഛൻ പട്ടത്തിന് വിടാനിരുന്നതാന്ന്. പിന്നെ വംശനാശമല്ലല്ലോ, ഇങ്ങനെ കുടുംബം അന്യം നിന്ന് പോവില്ലേ, അങ്ങനെ അന്യം നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് വിടാതിരുന്നതാ. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അല്ല, പണ്ട് ഇവരുടെ വീട്ടില് ക്ലീറ്റ പറയാ, ഇവരുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ ഒരു ദിവസം ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന് ഈ പശു പ്രസവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് പശു പ്രസവിച്ചു എന്ന്. അത് ചിലപ്പോ ഇന്നോ നാളെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പശുക്കളാവുമ്പോ ചിലപ്പോ അറിയാനൊക്കത്തില്ല. എന്നാലും പശു പ്രസവിച്ചല്ലോ. എനിക്കിപ്പോ ഭയങ്കര വിശ്വാസമാണ്. അല്ല, എനിക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം പണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ കുടുംബത്തിലാണ് ഈ ശങ്കർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അവനുണ്ടല്ലോ ഇതേപോലെ ഇവന് റൊണാൾഡിനെ പോലെ കാണാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു, തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇതങ്ങ് സ്ഥിരം ഇതായി. റോഡിലും പോണവരുടെയും വരുന്നവരുടെയും ഒക്കെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കതെല്ലാം അനുഭവമായി. എല്ലാവർക്കും നടക്കും. അതുപോലെ ഈ ചെറുക്കന് ഇങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുമായിരിക്കും.
ഇങ്ങനെ ഓരോരോ ഉൾവിളി വരുമ്പോഴാണ് ഇങ്ങനെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. സത്യം. അയ്യോ. ഭാഗ്യം ദൈവം, എനിക്ക് അത്ര ആവശ്യമായിട്ടിരിക്കുവായിരുന്നു പൈസ. എന്താണ് രണ്ടുപേരും കൂടെ? എടി ഇന്നൊരു സംഭവം ഉണ്ടായിടി. എന്റെ മോളെ ഇന്ന് മുത്തിന് പിടി ഇറച്ചി തിന്നണമെന്ന് പറഞ്ഞു. 10 പൈസയില്ല. പലചരക്ക് അമ്മയുടെ കയ്യിലില്ല. പലചരക്കടയിൽ ഇത് പറ്റു കൊടുക്കാതെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റുമോ? അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചപ്പോ അല്ല, അവൻ പറഞ്ഞു, റൊണാൾഡോ പറഞ്ഞു തങ്കഞ്ചേടത്തേക്ക് ഇന്ന് പൈസ വരും പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എവിടുന്ന് വരാനല്ല. അവസാനം ഞങ്ങൾ ബെറ്റ് വെച്ച്, എന്റെ നാളൊക്കെ ചോദിച്ചു. അവസാനം ഞങ്ങൾ ബെറ്റ് വെച്ചിട്ട് പറഞ്ഞു തങ്കഞ്ചേടത്തേക്ക് ഇന്ന് പൈസ കിട്ടുവാണെങ്കിൽ 500 രൂപ അവന് കൊടുക്കണമെന്ന് പറഞ്ഞു. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി 500 രൂപ തരണമെന്ന് പറഞ്ഞു. സൂക്ഷം പോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് അംഗനവാടി ടീച്ചർ തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി കൊണ്ട് തന്നിട്ട് ആരും തരാറില്ല അഡ്വാൻസ്. എൻ്റെ അടുത്തൊരു 3000 രൂപ അഡ്വാൻസ് തന്നിട്ട് പോയി. എന്നിട്ട് എന്താ 500 രൂപ ഞാൻ അപ്പം തന്നെ കൊടുത്ത്. അച്ചാച്ചന് കൊടുത്താ? എന്തൊരു ഇതല്ലേ, എന്തൊരു ഇതല്ലേ. പൊന്നി ചേച്ചി ഇത്രക്കൊരു വിഡ്ഢിയായി പോയല്ല. എന്താ? എന്റെ ചേച്ചി റൊണാൾഡോ അച്ചാച്ചന്റെ നമ്പറായിരുന്നു. അവന് നമ്പർ കാണിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ മുറ്റത്ത് വെച്ചല്ലേ അവൻ പറഞ്ഞു. ചേച്ചി ഞാനിപ്പോ അംഗനവാടി ടീച്ചറിനെ കണ്ടായിരുന്നു. അവര് പറഞ്ഞ് ഇന്നലെ എങ്ങാണ്ട് റൊണാൾഡോ അച്ചാച്ചനെ അവര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ യൂണിഫോം തയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോ തങ്കത്തിന് പറ്റുമോന്ന് വെച്ചാൽ പറഞ്ഞു അതിനെന്താ തങ്കം ചേച്ചിക്ക് പറ്റും. അപ്പൊ തങ്കത്തിന് തിരക്കുണ്ടാന്ന് വെച്ചാൽ പറഞ്ഞു വലിയ തിരക്കൊന്നും ഇല്ല, എന്നാലും ഒരു കുഞ്ഞ് അഡ്വാൻസ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ സമയത്തിന് തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അഡ്വാൻസും കൊണ്ടുവന്നത്. റൊണാൾഡോ അച്ചാച്ചൻ അറിയായിരുന്നു അവർ അഡ്വാൻസുമായിട്ട് വരുമെന്ന്. എന്റെ പൊന്നെ ചേച്ചിനെ പറ്റിച്ചു കളഞ്ഞില്ല. അല്ല തന്നെ ചേച്ചി പൈസ കൊടുക്കുന്ന ആളൊന്നുമില്ല. ചേച്ചി എന്തിനാ പൈസ കൊടുത്തത്? നമ്മള് സത്യത്തിലല്ലേ ജീവിക്കുന്നത് മോളെ. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ കൊടുത്തില്ല. ചേച്ചിയുടെ പൈസ ഇല്ലാതിരിക്കണം. ചോദിക്കണം. അത് കുറെ കഴിച്ചു ചിലപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇട്ടത് കൂടി റൊണാൾഡോ അച്ചാച്ചൻ എന്ത് പണിയാ ചേച്ചാ കാണിച്ചത്? അച്ചാച്ചനെ അറിയായിരുന്നല്ല അങ്ങനെ ടീച്ചറിന് അഡ്വാൻസ് ആയിട്ട് വരുമെന്ന് യൂണിഫോമിന്റെ. എന്നിട്ട് പ്രവചനവും മണ്ണാങ്കട്ടെന്ന് പറഞ്ഞിട്ട് 500 രൂപ വാങ്ങിച്ചല്ലേ? ഒന്നാമത്തെ 10 പൈസ ഇല്ലാതിരിക്കുന്ന സമയമാണ്. അല്ലാതെ ഞാൻ പ്രവചിച്ചതിന് ശേഷമാണ് അവര് പൈസ കൊണ്ടുവന്നത്. ഞാനിപ്പോ അവരെ കണ്ടായിരുന്നേ. അവരെന്നോട് കാര്യമൊക്കെ പറഞ്ഞു. കണ്ടോ? കൊള്ളല്ല. കഷ്ടപ്പെട്ട് ചേച്ചിയല്ലേ തയ്ക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ 500 രൂപ വാങ്ങിച്ചേക്കുന്നു. പൈസ ഇല്ലാത്ത സമയത്ത് അത് വന്നല്ലോ. അത് സന്തോഷം കൊണ്ട് തന്നെ. കൊടു പൈസ തിരിച്ചോടും. 500 രൂപ ചെലവായി. ബേക്കറി കൊടുക്കാനുള്ള പറ്റും കൊടുത്തു. പിന്നെ ഇതൊക്കെ മേടിച്ചു. പൈസ വേണ്ട. അതിന് ചേച്ചി അങ്ങനെ പറയണത്? ചേച്ചിയൊക്കെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്നത് എന്ത്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആ തങ്കമണി പറഞ്ഞ കേട്ടോ, ആ പൈസ വേണ്ടെന്ന്. അതാണ് രക്തത്തിനെക്കാട്ടിലും എനിക്ക് 500 കിട്ടുന്നത് നിനക്ക് അസൂയ. അവരെന്നെ തള്ളേ പോലെ അവരെ പറഞ്ഞത് അങ്ങനെ പൈസ വാങ്ങിക്കണ്ട. താങ്ക് യു മുത്ത, താങ്ക് യു. ചേച്ചി ചോദിച്ചു വാങ്ങിക്കുക ചേച്ചി പൈസ. എനിക്ക് നഷ്ടം വന്നില്ല. ചേച്ചിയല്ലേ എന്നെ കുത്തിരുന്ന് തയ്ക്കേണ്ടത്? അതല്ല, മമ്മൂട്ടിയുടെ കൂട്ടുകാരന്റെ വണ്ടി ഇവൻ നന്നാക്കി കൊടുത്തായിരുന്നു, ബൈക്ക്. അതിന്റെ 500 രൂപ കൂട്ടുകാരൻ മമ്മൂട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ പെണ്ണ് സൂഫി എന്റെ കയ്യിൽ കൊണ്ട് തന്നായിരുന്നു ഇവന് കൊടുക്കാൻ വേണ്ടിട്ട്. അതിന്റെ എന്താ മമ്മൂട്ടിയുടെ കൂട്ടുകാരന് വണ്ടി നന്നാക്കി കൊടുത്തില്ലേ നീ? അതിന്റെ 500 രൂപ കൂട്ടുകാരൻ മമ്മൂട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് സൂഫി എന്റെ കയ്യിൽ കൊണ്ട് തന്നു നിനക്ക് തരാൻ വേണ്ടിട്ട്. അതാണ് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വെച്ചാളം പറഞ്ഞത്. അതെടുത്തോ? അതപ്പം എടുത്തോ? ആ പൈസ പിന്നെ നീ കൊടുക്കണ്ടല്ലോ. മറ്റേ ഡയലോഗ് പറ. ഏത് മറ്റേ ഡയലോഗ് അമ്മ ഡാലി എടുത്ത് എപ്പോഴും പറയുന്നേ? ഏത് ഡയലോഗ്? അല്ലേലും ഒരു ആവശ്യത്തിന് അമ്മ അത് ഉപയോഗിക്കൂല. ഏത് ഡയലോഗ്? ഞാൻ പറഞ്ഞില്ല. ഇതാണ് പറയണ പൊട്ടനെ ചെട്ടി ജയിച്ചാ ചെട്ടി ദൈവം ചെട്ടി. Audience.